യുദ്ധവും സംഘർഷങ്ങളും തളർത്താത്ത വീര്യവുമായി ഇറാഖ് വീണ്ടും ലോകകപ്പിന്റെ വലിയ വേദിയിലേക്ക്. നീണ്ട 40 വർഷത്തെ കാത്തിരിപ്പിനാണ് മെക്സിക്കോയിലെ പുൽമൈതാനത്ത് അന്ത്യമായത്. ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് ഫൈനലിൽ ബൊളീവിയയെ 2-1 തകർത്ത് 1986 ശേഷം ആദ്യമായി പശ്ചിമേഷ്യൻ കരുത്തർ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഇടയ്ക്ക് അലി അൽ ഹമാദിയും ഐമൻ ഹുസൈനും ഇറാഖിനായി വലകുലുക്കിയപ്പോൾ അത് വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു രാജ്യത്തിന്റെ ആകെ ആവേശമായിരുന്നു. വ്യോമപാതകൾ അടഞ്ഞതും പരിശീലനത്തിന് സമയം ലഭിക്കാത്തതും ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് പരിശീലകൻ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. അവസാന നിമിഷം ചാർട്ടർ വിമാനത്തിൽ മെക്സിക്കോയിലെത്തി പൊരുതിക്കയറിയ ഇറാഖ് ഇതോടെ വരാനിരിക്കുന്ന ലോകകപ്പിലെ 48ാം ടീമായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. 1986 എവിടെയാണോ തങ്ങൾ അവസാനമായി ലോകകപ്പ് കളിച്ചത്, അതേ മെക്സിക്കോയുടെ മണ്ണിൽ വെച്ച് തന്നെ ഇറാഖ് തങ്ങളുടെ 2ാം വരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആവേശമിനെ മൈതാനത്ത് കാണാം. 40 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇറാഖ് വരുമ്പോൾ അത് വെറുമൊരു ടീമിന്റെ വരവല്ല, ഒരു രാജ്യത്തിന്റെ അതിജീവനത്തിന്റെ കഥയാണ്.